വിഴിഞ്ഞം തുറമുഖത്തിലെ വിദേശ കമ്പനിയുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കാര്യം കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇങ്ങനൊരു നിക്ഷേപം വരുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിനെ മുൻകൂട്ടി അറിയിക്കേണ്ടതാണ്. വ്യവസ്ഥ പ്രകാരം നിക്ഷേപം കൊണ്ടുവരാൻ കൺസെഷൻ എന്നുള്ള നിലയിൽ അദാനിക്ക് എഗ്രിമെൻ്റ് പ്രകാരം അവകാശമുണ്ട്. പക്ഷേ കേരള ഗവൺമെൻറ്റിൻ്റെ അനുവാദം മുൻകൂട്ടി വാങ്ങേണ്ടതായിരുന്നു. എന്ന് മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ്റിലെ 5 മന്ത്രാലയങ്ങളുടെ അനുമതി കൂടി വാങ്ങേണ്ടതായിട്ടുണ്ട്. അതവർ തീർച്ചയായിട്ടും വാങ്ങുമായിരിക്കും. ഈ എഗ്രിമെൻ്റ് അനുസരിച്ച് കേരള ഗവൺമെൻറ്റിൻ്റെ അനുവാദമില്ലാതെയുള്ള ഒരു നിക്ഷേപവും നടത്താൻ സാധിക്കില്ല. പിന്നെ ഇതിനകത്ത് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയും മുൻ ധനകാര്യമന്ത്രിയും ഒക്കെ ഇതിനെക്കുറിച്ച് വലിയ ആക്ഷേപങ്ങൾ പറഞ്ഞതിനെക്കുറിച്ച് എനിക്ക് ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. കാരണം ഈ 13,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ കമ്പനി, വിദേശ കമ്പനി ഇവിടെ മുടക്കാൻ എന്ന് പ്രഖ്യാപിച്ചത്. നമ്മൾ 5 സെൻറ്റ് സ്ഥലം വാങ്ങണമെങ്കിലും വളരെ ദിവസങ്ങൾ ആ സ്ഥലത്തെക്കുറിച്ച് പരിശോധിക്കും. ആ സ്ഥലം വാങ്ങുന്നതിനെക്കുറിച്ച് ഒരു പരിശോധന ഇല്ലാതെ വാങ്ങുന്ന ഒരാൾ വാങ്ങും. അപ്പോൾ ഇവിടെ 13,000 കോടി രൂപ മുടക്കുമ്പോൾ ഈ UDF ഗവൺമെൻറ് വന്ന 2 മാസം കൊണ്ടുള്ള പരിശോധനയിലാണോ ഇത് മുടക്കുന്നത്? ഒരിക്കലുമല്ല. ഇത് ഏറ്റവും മിനിമം കഴിഞ്ഞ 1 വർഷമായിട്ടെങ്കിലും MSC കമ്പനി ഇവിടെ നിക്ഷേപിക്കുന്നതിനെക്കുറിച്ച് അവിടെ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്, വാല്യുവേഷൻ നടത്തിയിട്ടുണ്ട്. ഇവിടെ അവർ പരിശോധനകൾ നടത്താതെ ഒരു സുപ്രഭാതത്തിൽ UDF ഗവൺമെൻറ് വന്നു, ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയായി 13,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അതിനകത്ത് ഒത്തുകളിയുണ്ട് എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. കാരണം നമുക്കറിയാമല്ലോ, ഒരു നിക്ഷേപം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നിക്ഷേപിക്കുന്ന നിക്ഷേപകൻ അതിനെക്കുറിച്ച് സൂക്ഷ്മമായ പരിശോധന നടത്തും. 13,000 കോടി രൂപ വിഴിഞ്ഞത്ത് നിക്ഷേപിക്കണമെങ്കിൽ MSC കമ്പനി മാസങ്ങളോളമുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആരോപണം ഇത് LDF സർക്കാരുള്ള കാലത്ത് ആരംഭിച്ച നടപടിയാണ്. ഇത് മുഖ്യമന്ത്രി ശ്രീ സതീശൻ അറിഞ്ഞിരുന്നോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും CPM നേതാക്കന്മാരും അതിനാണ് ഉത്തരം പറയേണ്ടത്. പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞ 1 കൊല്ലമായിട്ടെങ്കിലും മിനിമം 1 കൊല്ലമായിട്ട് ഇവിടെ പരിശോധനകൾ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു പരിശോധനയില്ലാതെ ഇങ്ങനൊരു നിക്ഷേപം ഒരു കമ്പനിയും നിക്ഷേപിക്കില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ 1-ാം ഘട്ടം എന്ന് പറഞ്ഞാൽ 800 മീറ്റർ പുലിമുട്ടാണ് ആ എഗ്രിമെൻറ്റിൽ. അപ്പോൾ 1-ാം ഘട്ടം കഴിഞ്ഞാൽ 2-ാം ഘട്ടത്തിലും 3-ാം ഘട്ടവും കൺസെഷണർ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് വ്യവസ്ഥ. അതായത് അദാനി കമ്പനി ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം 1-ാം ഘട്ടം പൂർത്തിയായി. ഇവിടെ 2-ാം ഘട്ടം വളരെ വേഗത്തിൽ പൂർത്തിയായി എന്ന് കഴിഞ്ഞ ഗവൺമെൻറ് കൊട്ടിഘോഷിച്ചു. അപ്പോൾ യഥാർത്ഥം പറഞ്ഞാൽ 2-ാം ഘട്ടം പൂർത്തിയാകുമ്പോഴും ഈ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലല്ലേ ഇങ്ങനൊരു 2-ാം ഘട്ടം 3-ാം ഘട്ടം കൺസെഷണർ തന്നെ നിർമ്മാണം നടത്തണമെന്നുള്ള എഗ്രിമെൻ്റ് വ്യവസ്ഥ അനുസരിച്ചിട്ടാണ് 1-ാം ഘട്ടത്തിലെ നിർമ്മാണം പൂർത്തിയായപ്പോൾ 2-ാം ഘട്ടത്തിലേക്ക് കിടന്നത്. അതാണ് വിഴിഞ്ഞം തുറമുഖത്തിലെ 2-ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ ഉദ്ഘാടനവും കൊട്ടിഘോഷങ്ങളും ഒക്കെ കഴിഞ്ഞ ഗവൺമെൻറ് LDF ഗവൺമെൻറ് നടത്തിയത്. മറ്റൊരു കാര്യം, ശ്രീ തോമസ് ഐസക്ക് ആരോപിക്കുന്ന പോലെ ഈ 13,000 കോടി രൂപ എന്ന് പത്രത്തിൽ വായിച്ചതാണ്, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞൂടാ. 13,000 കോടി രൂപ നേരിട്ട് അദാനിക്കല്ല കിട്ടുന്നത്, അദാനിയുടെ കമ്പനിക്കല്ല. ചെറിയ നിക്ഷേപം നടത്തി വലിയ തുക അദാനി കമ്പനി അടിച്ചുകൊണ്ട് അദാനി അവർ പറയേണ്ട കാര്യമാണ്. പക്ഷെ എന്നാലും ഞാൻ ഈ കോൺടാക്സിൽ പറയുക, ഇതിനകത്ത് ഇതിനൊരു SPV ഉണ്ട്.
സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളുണ്ട്. അവരാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തുന്നത്. അത് അദാനിയുടെ നേതൃത്വത്തിലുള്ളത് തന്നെയാണ്. പക്ഷേ ഈ പണം വരുന്നത് അദാനിക്ക് നേരിട്ടല്ല, ഈ SPVക്കാണ്. ഈ SPVയിൽ വരുന്ന പണം ശരിയായ തുറമുഖ വികസനത്തിന് വേണ്ടിയാണോ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് ഞങ്ങളുണ്ടാക്കിയ കരാറ് പ്രകാരം അധികാരമുണ്ട്. ഈ 13,000 കോടി രൂപ നിക്ഷേപിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഒരു വിദേശ കമ്പനി ആയതുകൊണ്ട് നിക്ഷേപിക്കുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു കമ്പനി നിക്ഷേപിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അനുമതി മുൻകൂട്ടി തേടേണ്ടതായിരുന്നു. ആ മുൻകൂട്ടി അനുമതി തേടിയില്ല എന്നുള്ളത് അദാനി ഗ്രൂപ്പിൻ്റെ വലിയൊരു വീഴ്ചയാണ്. അതോടൊപ്പം തന്നെ ഈ പണം നിക്ഷേപിക്കുന്നത് അദാനിയുടെ കമ്പനിയിലല്ല, SPVയിലാണ്. ആ SPVയിൽ നിക്ഷേപിക്കുന്ന പണം തുറമുഖ വികസനത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചത് എന്ന് പരിശോധിക്കാൻ ഉള്ള വ്യവസ്ഥ ആ എഗ്രിമെൻ്റ് പ്രകാരമുണ്ട്. അത് കേരള ഗവൺമെൻറ്റിന് സാധിക്കും. മറ്റൊരു കാര്യമുള്ളത്, ഇത് നേരിട്ട് തുറമുഖ വകുപ്പ് മന്ത്രിയായിട്ട് ചർച്ച ചെയ്ത് ഇങ്ങനെ നിക്ഷേപം കൊണ്ടുവരാൻ സാധിക്കില്ല. ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതൊരു പ്രശ്നം. പക്ഷേ അങ്ങനെ കൊണ്ടുവരാൻ സാധിക്കില്ല. ഇതിനകത്ത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു എംപവേർഡ് കമ്മിറ്റി ഉണ്ട്. അതിനകത്ത് ചീഫ് സെക്രട്ടറി ഉണ്ട്, തുറമുഖ വകുപ്പ് സെക്രട്ടറി ഉണ്ട്, ഈ വിഴിഞ്ഞം തുറമുഖ കമ്പനിയുടെ MD ഉണ്ട്, നിയമവകുപ്പ് സെക്രട്ടറി ഉണ്ട്. അങ്ങനെ 5 പേരുള്ള ഒരു കമ്പനിയാണ്, എംപവേർഡ് കമ്മിറ്റിയാണ് ഇതിനകത്തുള്ളത്. ആ എംപവേർഡ് കമ്മിറ്റി പരിശോധിച്ച് ആ പരിശോധനാ റിപ്പോർട്ട് വകുപ്പ് മന്ത്രിക്ക് കൊടുത്ത് അത് ക്യാബിനറ്റിൽ വെച്ച് മാത്രമേ ഇത് അംഗീകരിക്കാറുള്ളൂ. അങ്ങനെ ഇവിടെ നടക്കൂ. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ്റിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഈ അദാനി ഗ്രൂപ്പ് നടത്തിയത് അങ്ങേയറ്റം തെറ്റാണ്. ഞാൻ 1-2 കാര്യം കൂടി പറയാനുള്ളത്, ഈ ശ്രീ തോമസ് ഐസക് പറഞ്ഞൊരു കാര്യമാണ്. ഞങ്ങളുടെ കാലത്ത് എഗ്രിമെൻ്റ് ആകെ കുഴപ്പമായിരുന്നു. ഇതിപ്പോൾ പറയുന്നതല്ല. ഞങ്ങൾ ഈ 7,500 കോടി രൂപയുടെ നിക്ഷേപം ദിലീപ് തുറമുഖ കമ്പനി ആരംഭിക്കുന്ന സമയത്ത് അന്ന് CPM പാർട്ടി സെക്രട്ടറി ശ്രീ പിണറായി വിജയൻ ആരോപിച്ചത് 6,500 കോടി രൂപയുടെ അഴിമതി ആണ് ആരോപിച്ചത്. അന്ന് ഞാൻ ചോദിച്ചിരുന്നു, ഇതിന് എന്താണ് ഡീല്, ഇത്തരം ഒരു ഡീലുണ്ടോന്ന്. കാരണം 7,500 കോടി രൂപയുടെ പ്രോജക്റ്റിന് 6,500 കോടി രൂപയുടെ അഴിമതി നടന്നു എന്നാണ് ആരോപണമായിരുന്നത്. അന്ന് ഇത് നടക്കാതിരിക്കാൻ വേണ്ടിയാണ് CPM നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു ആരോപണം അന്ന് ഉന്നയിക്കാൻ കാരണം. ഞങ്ങളൊരു ആൾ പാർട്ടി ഡെലിഗേഷൻ, ഈ LDFൻ്റെ ഒരു ആൾ പാർട്ടി ഡെലിഗേഷനുമായിട്ട് ചർച്ച ചെയ്തു. അന്ന് തോമസ് ഐസക്ക് ഞാനും ആ യോഗത്തിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളിൽ 3 കാര്യം. ഒന്ന്, 40 വർഷത്തേക്കാണിത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. 40 വർഷത്തേക്ക് അങ്ങേയറ്റം തെറ്റാണെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ കണ്ണൂർ ഞങ്ങളുടെ സമയത്ത് ആലോചന തുടങ്ങിയതാണ്. അഴീക്കൽ പോർട്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരു ടെൻഡർ കണ്ടീഷൻ ഡോക്യുമെൻ്റ് ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുണ്ട് ഈ പിണറായി സർക്കാരിൻ്റെ. അതിനകത്ത് 60 കൊല്ലമാണ് അഴീക്കൽ പോർട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ഇൻവെസ്റ്റർക്ക് 60 കൊല്ലത്തേക്ക് കൊടുക്കാമെന്നാണ് ഇപ്പോൾ അഴീക്കൽ പോർട്ടിൻ്റെ ടെൻഡർ കണ്ടീഷൻ പിണറായി സർക്കാർ അംഗീകരിച്ച്. ഞങ്ങൾ 40 കൊല്ലം എന്ന് പറഞ്ഞ് വിഴിഞ്ഞത്തിന് അംഗീകരിച്ചപ്പോൾ ആക്ഷേപവും ആരോപണം പറഞ്ഞ ആളുകളാണ്. കണ്ണൂരിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ടെൻഡർ കണ്ടീഷനിൽ 60 കൊല്ലത്തേക്ക് കൊടുക്കാമെന്നാണ് എഗ്രിമെൻ്റ് ആ ടെൻഡർ കണ്ടീഷനിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ടുള്ളത് പിണറായിയുടെ ഗവൺമെൻറ്. രണ്ടാമത്തെ കാര്യം, അന്ന് ഐസക് ചോദിച്ചത് ഇതിനകത്ത് ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് ഇത് കേരളത്തിന് ഗുണമല്ല അന്ന് പറഞ്ഞ ഒരു ആക്ഷേപം അതാണ്. മറ്റൊരു ആക്ഷേപം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഈ കേരളത്തിന് ഒരു പ്രയോജനം ഉണ്ടാവാത്തൊരു പദ്ധതിയാണ് എന്ന് പറഞ്ഞു. കഴിഞ്ഞ 10 കൊല്ലക്കാലം പിണറായി സർക്കാർ കൊട്ടിഘോഷിച്ചത് ഈ വിഴിഞ്ഞത്തിൻ്റെ കാര്യം തന്നെയാണ്. ഞങ്ങൾ വെച്ച എഗ്രിമെൻറ്റിൽ വള്ളി വ്യത്യാസം വരുത്തിയില്ല. ഞങ്ങൾ അന്ന് വെച്ച എഗ്രിമെൻറ്റിൽ വള്ളി വ്യത്യാസമില്ലാതെയാണ് പിണറായി സർക്കാർ 10 കൊല്ലം ഈ തുറമുഖമായിട്ട് മുന്നോട്ട് പോയത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാം. ഇത് അദാനിക്ക് ഞങ്ങൾ രഹസ്യധാരണയിൽ കൊടുത്തു എന്ന് ഐസക് ആരോപിച്ചിട്ടുണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് നടന്ന പത്രസമ്മേളനത്തിൽ. പക്ഷേ നിങ്ങൾ ഓർക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയാം.
VS അച്യുതാനന്ദൻ ഗവൺമെൻറ് കാലത്ത് ഈ ലാൻഡ് ലോഡ് മോഡലായിട്ട് നടപ്പാക്കാനാണ് തീരുമാനിച്ചത്. അന്ന് IFC എന്ന് പറയുന്ന വേൾഡ് ബാങ്കിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ട് ഇതിൻ്റെ ഒരു പഠനം നടത്തി. ആ പഠനം നടത്തിയപ്പോൾ IFC ഇതിൻ്റെ പഠനം നടത്തിയപ്പോൾ പറഞ്ഞത്, ഇതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ IFCയുടെ റിപ്പോർട്ടുണ്ട്. അന്ന് പറഞ്ഞത് വൈറ്റ് എലഫൻ്റ് എന്നാണ്. വിഴിഞ്ഞം തുറമുഖം എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് എലഫൻ്റ് എന്നാണ് VS അച്യുതാനന്ദൻ ഗവൺമെൻറ് കാലത്ത് IFCയുടെ റിപ്പോർട്ട്. ആ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്. ലാൻഡ് മോഡൽ നടപ്പാക്കാൻ വേണ്ടി VSൻ്റെ കാലത്ത് ടെൻഡർ വിളിച്ചു. പലരും ആരും പങ്കെടുത്തില്ല, റെസ്പോണ്ട് ചെയ്തില്ല. ഞങ്ങൾ ടെൻഡർ വിളിച്ചു. ഞങ്ങൾ അദാനിക്ക് വിളിച്ച് തളികയിൽ വെച്ച് കൊടുക്കലായിരുന്നു. ഞങ്ങളിതിനു വേണ്ടി റോഡ് ഷോ നടത്തി, ഗ്ലോബൽ ടെൻഡർ വിളിച്ചു. ആരും റെസ്പോണ്ട് ചെയ്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇത് ഞങ്ങളുടെ പല ശ്രമങ്ങൾ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയായിട്ട് ധാരണയിൽ നടത്താൻ ആലോചിച്ചു, ജോയിൻറ്റ് വെഞ്ചർ നടത്താൻ ആലോചിച്ചു. അവർ തയ്യാറായില്ല. അപ്പം ലാൻഡ് ലോഡ് മോഡൽ പ്രായോഗികമല്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും സാമ്പത്തികാര്യ വിദഗ്ധരുടെയും അതുപോലെ കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ്റെയും എല്ലാം ഉപദേശ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് തീരുമാനിച്ചത്. ഇതിന് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രൈവറ്റ് സെക്ടറിൽ PPP ആയിട്ടൊരു തുറമുഖം നിർമ്മിക്കുന്നത് കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരുന്നു. ഇന്നിപ്പോൾ ആ എഗ്രിമെൻ്റാണ് ഇന്ത്യ ഒട്ടാകെ മോഡലായിട്ട് എടുത്തിട്ടുള്ളത്. ഞങ്ങൾ ആർക്കും തലയിൽ വെച്ച് കൊടുത്തതല്ല. ഞങ്ങളൊരു ടെൻഡർ കോട്ട് ചെയ്യാൻ ഒരാളെ കിട്ടാത്തൊരു സാഹചര്യത്തിൽ നോക്കിയിരുന്നിട്ട് പല കമ്പനികളുമായി മുഖ്യമന്ത്രി നേരിട്ട് സംസാരിച്ചു. അവരാരും ടെൻഡർ കോട്ട് ചെയ്യാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ് അന്ന് ശ്രീ ജത്മലാനി ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോൾ 800 കോടി രൂപ ഇതിന് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തന്നത്. ഇത് വയബിൾ ആകില്ലെന്ന് മുൻകൂട്ടി ധാരണയുള്ള ഒരു പ്രോജക്റ്റായിരുന്നു. അതാണ് ഞങ്ങളുടെ കാലത്ത് ആരംഭിച്ച് നടപ്പാക്കിയത്. പിന്നീട് അത് ഇവർ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇതിൻ്റെ ഖ്യാതി അവകാശപ്പെടുന്ന ആളുകൾ ഈ 10 കൊല്ലത്തിനിടയിൽ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച്, അതിനു മുമ്പുണ്ടായ കാര്യങ്ങൾ വിസ്മരിക്കരുത്. ഏത് ഞാൻ പറഞ്ഞ ഓഹരി കൈമാറ്റം നടന്നത് ആ കാലത്ത് നിന്നല്ല. ഞാൻ പറഞ്ഞത് ഒരു 13,000 കോടി, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, 13,000 കോടി രൂപ ഒരു വിദേശ കമ്പനി ഇവിടെ നിക്ഷേപിക്കാൻ മുന്നോട്ട് വരുന്നു. അവരൊറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ഇത്രയും കോടി രൂപ നിക്ഷേപിക്കുമോ? ഇപ്പം ഞാൻ ഈ ഹോട്ടലിന് വില പറയുന്നു എന്ന് വിചാരിക്കുക. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഹോട്ടലിന് വില പറയാം. ഈ ഹോട്ടൽ ഞാൻ ഒരു ദിവസം മുമ്പ് വന്ന് ഇങ്ങോട്ട് കച്ചവടമാക്കിയാണോ? അല്ലല്ലോ. അതിന് ദീർഘകാലത്തെ പരിശോധനകൾ നടത്തും. അതുകൊണ്ട് MSC കമ്പനി ദീർഘകാലമായി കേരളത്തിൽ ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പിണറായി സർക്കാർ ഇത് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് സത്യം. 2 മാസമായിട്ട് അധികാരത്തിൽ വന്ന ശ്രീ VD സതീശൻ സർക്കാരിന് ഇതിനകത്തൊരു ബന്ധവുമില്ല. പക്ഷെ കേരള ഗവൺമെൻറ്റിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പ്രഖ്യാപനം അദാനി ഗ്രൂപ്പ് നടത്തിയത് അങ്ങേയറ്റം തെറ്റാണ്, എഗ്രിമെൻ്റ് വയലേഷനാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. മുഖ്യമന്ത്രി പറയുന്ന നിലപാട് കറക്റ്റാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.